ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ അംബ്രല സ്കേർട്ടോ അംബ്രല ഫ്രോക്കോ അല്ലെങ്കിൽ റൗണ്ട് കട്ട് ഫ്രോക്കോ ഒക്കെ തയ്ക്കുമ്പോഴത്തേക്കും അടിഭാഗം അടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവണവരുണ്ടാവാറുണ്ട്. പലരും എന്നോട് വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ റൗണ്ടിൽ വെട്ടുമ്പോൾ എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന്. അപ്പോൾ എന്തായാലും അതൊന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു മെറ്റീരിയലായിരിക്കും. നമുക്കിത് മോഡൽ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഷോപ്പിൽ നിന്ന് കട്ട് പീസ് കിട്ടിയതാണ്. ഞാനപ്പോൾ ഇങ്ങനെ കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തതാണ് ഇതിന്. ഇത് ഇങ്ങനെയുള്ള ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളതായിരിക്കുമല്ലോ, കോട്ടണിലൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽ എടുത്തിട്ട് നമ്മളിങ്ങനെ അംബ്രല കട്ടൊക്കെ ചെയ്തിട്ട് അടിഭാഗം മടക്കി അടിക്കുന്നത്. നമ്മുടെ കയ്യിൽ റോൾ ഫുട്ടോ സിക്സാക്ക് മെഷീനോ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അളന്ന് മാർക്ക് ചെയ്തിട്ടൊക്കെ വേണം കേട്ടോ കട്ട് ചെയ്യാനൊക്കെ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ, നല്ല റൗണ്ടിൽ കിട്ടാനായിട്ട്. പിന്നെ ഇതുപോലുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നല്ലോണം തേച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ചുളിവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വെട്ടിയത് അത്ര ലെവലൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കണ്ട ഞാൻ വെട്ടിയപ്പോൾ ഇടയ്ക്ക് ഒരു വക്ക് മുക്കൊക്കെ വന്നിട്ടുണ്ട്. അത് അങ്ങനെയല്ല, കറക്റ്റ് റൗണ്ടിൽ തന്നെ വരണം കേട്ടോ. നന്നായിട്ട് തേച്ച് നല്ല കട്ടിങ് ടേബിളിലൊക്കെ ഇട്ടിട്ട് വെട്ടുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ ടേബിൾ മെഷീൻ്റെ മുകളിലിട്ട് വെട്ടിയാണല്ലോ. ജസ്റ്റ് ഞാൻ അതിൻ്റെ അടിഭാഗം അടിക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റോൾ ഫുട്ടോ അല്ലെങ്കിൽ സിക്സാക്ക് മെഷീനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അടിച്ചെടുക്കാൻ പറ്റും. ഇനി അതൊന്നും ഇല്ലാത്തവർക്കും അടിക്കണമല്ലോ. അപ്പോൾ എങ്ങനെ അടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഈ മൂലയൊന്നും വരരുത് കേട്ടോ. മൂല വന്നിട്ടുണ്ടെങ്കിൽ മടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ മൂല വരുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ മടക്കാനായിട്ട്. അങ്ങനെ വരരുത്, കറക്റ്റായിട്ട് റൗണ്ടിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഇത് നോക്കി നമ്മളിതിങ്ങനെ മടക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ മടക്കണം പോലെ മടക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എത്തുമ്പോഴത്തേക്കും വീതി കൂടി പോകും കേട്ടോ. മടങ്ങി വരുമ്പോഴത്തേക്കും വീതി കൂടി വരും. അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ വളരെ നേരിയതായിട്ട് ഒരു പ്രാവശ്യം മടക്കി റൗണ്ടിൽ അടിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വെട്ടിയ പോലെ അല്ല, കറക്റ്റ് റൗണ്ടിൽ തന്നെ വെട്ടണം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് അത് വെട്ടി നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് തുമ്പത്തേക്കല്ല അടിക്കേണ്ടത്, ആ മടക്ക് ഭാഗത്ത് അടിക്കണം കേട്ടോ. ഒരുപാട് വീതിയിൽ മടക്കരുത് കേട്ടോ. വീതിയിൽ മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫിനിഷിങ് കിട്ടില്ല. ഇപ്പോൾ ഈ മൂലകളൊക്കെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എനിക്ക്, ആ ഒരു കറക്റ്റായിട്ട് വരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വെട്ടുമ്പോൾ കറക്റ്റ് റൗണ്ടിൽ തന്നെ വെട്ടിയിട്ട് വേണം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇത് വെറുതെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണല്ലോ. മെറ്റീരിയലാണെങ്കിൽ ഭയങ്കര ഫ്ലോയി മെറ്റീരിയൽ, ഈ മോഡൽ സിൽക്ക് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. നല്ലതാട്ടോ, ചുരിദാറൊക്കെ അടിക്കാനൊക്കെ നല്ലതാണ്. നമുക്ക് ഒട്ടും വണ്ണം തോന്നിക്കത്തില്ല. നിങ്ങൾ ഷോപ്പിലൊക്കെ റണ്ണിങ് മെറ്റീരിയൽ എടുക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചോദിച്ചെടുത്തോളൂ. മോഡൽ സിൽക്ക് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഒട്ടും വണ്ണം തോന്നിക്കാത്ത ഒരു മെറ്റീരിയലാണിത്. ഇത് ഷോപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് തയ്ച്ചതിൻ്റെ ബാലൻസാണ് കേട്ടോ. പുള്ളിക്കാർ കൂടുതലും ഇങ്ങനത്തെ മെറ്റീരിയൽ നല്ല നല്ല മെറ്റീരിയലൊക്കെ എടുത്തുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞ പീസ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ പേര് മറക്കണ്ട, മോഡൽ സിൽക്ക്. എവിടെയെങ്കിലും റണ്ണിങ് മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കിക്കോളൂ. ഇപ്പോൾ സാരിയൊക്കെ ഉണ്ട് കേട്ടോ, മോഡൽ സിൽക്കിൻ്റെ സാരിയൊക്കെ ഇറങ്ങണുണ്ട്, അതും നല്ലതാണ്. അപ്പം ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആയിരിക്കും നമുക്കിങ്ങനെ കുറച്ച്, ഇപ്പം ഞാനിത് ചെയ്തപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് അടിക്കേണ്ടി വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെട്ടിയത് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ വെട്ടുമ്പോൾ കറക്റ്റായിട്ട് വെട്ടിയിട്ട് നല്ല ഈസി ആയിട്ട് അടിക്കാൻ പറ്റും കേട്ടോ. നല്ല കറക്റ്റായിട്ട് അടിക്കണം. ഇങ്ങനെ റൗണ്ട് ഷേപ്പ് കറക്റ്റ് റൗണ്ടിൽ തന്നെ വരണം, അല്ലാതെ ചരിഞ്ഞും വളഞ്ഞും റൗണ്ടൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചുറ്റിനും അടിച്ചെടുക്കാം. ഉണ്ടോ, ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചടിക്കണം. നമുക്ക് സാധാരണ റൗണ്ടിൽ വെട്ടിയിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നോക്കാണ്ട് വെട്ടിയതുകൊണ്ട് അത്ര എളുപ്പമായിട്ട് തോന്നണില്ല. എങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് റൗണ്ടിൽ അടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചുറ്റിൽ അടിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു പ്രാവശ്യവും കൂടെ മടക്കിയിട്ട്, അപ്പോൾ നല്ല വശം നമുക്ക് ഒറ്റ സ്റ്റിച്ചേ കാണുള്ളൂ കേട്ടോ. അതേസമയം ചീത്ത വശത്ത് അകത്ത് 2 സ്റ്റിച്ച് ഉണ്ടാവും, അത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അംബ്രല ഫ്രോക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ. മടക്കി അടിക്കുന്നതിനേക്കാളും നല്ലത്, അതായത് 2 മടക്ക് മടക്കി ഒറ്റ പ്രാവശ്യമായിട്ട് അടിക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ തിന്നായിട്ട് വരാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്താൽ മതി. റോൾ ഫുട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, ഷോപ്പിലാണ് ഇരിക്കുന്നത്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഞാൻ മുന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. റോൾ ഫുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മെഷീനിലൊക്കെ ഇടാൻ പറ്റും കേട്ടോ. ഇങ്ങനെയുള്ള മെഷീനിൽ മാത്രമല്ല അംബ്രല മെഷീനിലും ഇടാൻ പറ്റും. നോർമൽ മെഷീനിൽ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല.
അംബ്രല മെഷീനിലും ഞാൻ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ പവർ മെഷീനിലും ഞാൻ റോൾ ഫുഡ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഈ നമ്പർ ശ്രദ്ധിച്ചല്ലോ, നമ്മൾ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തയ്യൽ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ കാണിക്കുമ്പോഴുണ്ടല്ലോ ഒരുപാട് പേർക്ക് ഇന്നലെ ഒരുപാട് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടും ഓരോരുത്തർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതേപോലെയുള്ള ടിപ്പുകളൊക്കെ ഉൾപ്പെടുത്തണം, ഓൺലൈനായിട്ട് ക്യാഷ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്തവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഒരു ടിപ്പായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്കിതും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുക കേട്ടോ. താങ്ക്